സുപ്രീം കോടതിക്ക് നന്ദി പറയാനും അഭിനന്ദിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ. I do congratulate our Supreme Court. It's great. It is the custodian of our Constitution, especially Justice Suryakanth. ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബ്രദർ ജഡ്ജിൻ്റെയും മുമ്പിൽ രൺവീർ അലഹാബാദിയ എന്ന ചെറുക്കൻ്റെ കേസ് വരും. ആ കേസ് അവൻ്റെ പേരിൽ 3 സ്ഥലത്ത് FIR ഇട്ടു. അത് ക്ലബ് ചെയ്ത് കിട്ടണം എന്നുള്ള കേസാണ്. 2 ദിവസം മുമ്പേ വന്ന കേസാണ്. 2 ദിവസം കഴിഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞു. 25 വർഷമായിട്ടും തടവിൽ കിടക്കുന്നവൻ്റെ ഒരു കേസ് ഇവർ കേൾക്കില്ല കേട്ടോ, കേൾക്കില്ല, ലിസ്റ്റ് ചെയ്യില്ല. രൺവീർ അലഹാബാദി നല്ല കാശുണ്ടാക്കി, കോടിക്കണക്കിന് കാശുണ്ടാക്കിയ ആ പയ്യൻ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ കണ്ടു കാണും. ബിയർ ബൈസെപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഓരോ ഷോയും 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ആൾക്കാരൊക്കെയാണ് കാണുന്നത്. എണ്ണം പറഞ്ഞ പൊളിറ്റീഷ്യൻസ് മുഴുവൻ ഈ ചെറുക്കൻ്റെ മുമ്പിൽ പോയി ഇരുന്നിട്ടുണ്ട്, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും. അങ്ങനത്തെ ചെറുക്കൻ അവനൊരു വൾഗാരിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു. അവൻ്റെ കൂടെ വേറൊരു സമീറോ, ഒരു പെങ്കൊച്ച് ഇരുന്നുകൊണ്ട് ഇല്ലാത്ത, സങ്കല്പിക്കാൻ പറ്റാത്ത ചീത്തയെല്ലാം പറയുന്നു, ആർത്തിച്ചിരിക്കുന്നു. ആ ചീത്ത അല്ല, ഇപ്പോൾ ഇത് എല്ലാവർക്കും പറയാമെങ്കിലും ഞാൻ മാത്രമായിട്ട് എന്തിനാണത് മറച്ചു വയ്ക്കുന്നത്? ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാൻ വേണമെങ്കിൽ, ബട്ട് ഇറ്റ് വിൽ ബി ആബ്സല്യൂട്ട്ലി പത്രികയ്ക്ക് പറ്റിയ ഒരു കാര്യമല്ല. ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ പലരും കണ്ടു കാണും, കാണാത്തവർ കാണണ്ട ഇത്തരം അശ്ലീലമൊന്നും. ഇത് വെച്ചിട്ട് ഒരു ഷോ നടത്തി, അത് പലരെയും ക്ഷുഭിതരാക്കി. പാർലമെൻറ്റ് അവനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. ആ മഹാനെ പാർലമെൻറ്റ് വിളിച്ചു വരുത്താൻ റോട്ടിൽ ഇറക്കി നിർത്തി ചെപ്പക്കുറ്റിക്ക് 2 അടി കൊടുത്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കട ചെറുക്കുക എന്ന് പറയാനുള്ളടത്ത് പാർലമെൻറ്റ് അവനെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യാൻ പോകുന്നു? പാർലമെൻറ്റിന് വേറെ പണിയില്ല. നാണമില്ല ഈ മാന്യന്മാർക്കെല്ലാം. ആ ചെറുക്കൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്ത് പ്രശസ്തരായിട്ട്, പിന്നെ ഇപ്പോൾ പ്രശസ്തി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാമെന്നാണോ എന്ന് ചോദിച്ചു ആ ചെറുക്കന്. അവൻ്റെ കേസ് സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഞാനോ നിങ്ങളോ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പല സ്ഥലത്ത് FIR വരില്ലേ? ഉടനെ ഓടി സുപ്രീം കോടതിയിൽ പോകലാണോ? സുപ്രീം കോടതി അതങ്ങ് അഡ്മിറ്റ് ചെയ്യുകയാണ്. സുപ്രീം കോടതി പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ മോശമായി പോയി, വൃത്തികേടാണ്, സംസ്കാരമില്ല, ഇവൻ്റെ മനസ്സിൽ മാലിന്യമാണ്, അഴുക്കാണ്. എന്നിട്ട് അവൻ്റെ അറസ്റ്റ് തടഞ്ഞു. അവനെ അറസ്റ്റ് ചെയ്യരുത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇനി രാജ്യത്ത് കേസും ഫയൽ ചെയ്യരുത് ആരും. എങ്ങനെയുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത്? നമസ്കാർ ഹേ ആപ്കാ, യുവർ ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് സൂര്യകാന്ത്, ഐ സല്യൂട്ട് യു. സച്ച് എ ഗ്രേറ്റ് മാൻ sitting in the Supreme Court has saved this country. Custodian of the Constitution. वाह वाह रे वाह, ऐसा जजमेंट देना चाहिए. इनको सब प्रोटेक्ट करना चाहिए. Protect everybody. Just shout on them for the camera's sake, for the gallery, but give them relief. This is what your lordship has done. You have prevented his arrest, is it not? And you have asked him to surrender the passport, as if passport surrendering is a big thing for him. എവിടെയാണ് ചെറുക്കൻ പോകാൻ പോകുന്നത്? പാസ്പോർട്ട് വെച്ചിട്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക. എന്നിട്ട് യു ഹാവ്, ഇഫ് ഐ മേ യൂസ്, യു ഹാവ് ദ അഡാസിറ്റി ടു ഇഷ്യൂ ദ ഓർഡർ സെയിങ് ദാറ്റ് നോ ഫർദർ കേസ് ഷാൽ ബി രജിസ്റ്റേർഡ് അഗൻസ്റ്റ് രൺവീർ അലഹാബാദിയ. ഇത്രയും ഹീനമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ചെറുക്കനെതിരെ 3 FIR ഉണ്ട്. അത് മതി. ഇനി ആരും ഇപ്പോൾ FIR ഇടണ്ട. നമ്മുടെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റിൽ എന്താ ചെയ്ത് ജഡ്ജിമാരെല്ലാം കൂടെ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടക്കം, ഒരുത്തൻ കേസ് കൊടുക്കണ്ട, സിവിൽ സ്യൂട്ട് പാടില്ല എന്ന് തീരുമാനിച്ചു. സിവിൽ സ്യൂട്ട് പാടില്ല എന്ന് തീരുമാനിച്ച വേറൊരു നിയമമുണ്ട്, അത് വഖഫ് നിയമമാണ്. അതും ഹിന്ദുക്കളുടെ തലയിലാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റിൽ സർവേയും പാടില്ല, ഒരു ചുക്കും പാടില്ല. നോ സിവിൽ സ്യൂട്ട് ഷാൽ ബി രജിസ്റ്റേർഡ്. ദിസ് വാസ് ടോൾഡ് ബൈ സുപ്രീം കോർട്ട്. നൗ വേർ ആർ യു ഹെഡിങ് ടുവേഴ്സ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സുപ്രീം കോർട്ടിൻ്റെ കഴിഞ്ഞ കുറേ ദിവസത്തെ ഇത് ഉത്തരവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന്, ആത്മഹത്യാ പ്രേരണ കുറ്റം നിവൃത്തി ഉണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ഒരു ദുർനടപടിയാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ആ കുറ്റം ചുമത്തരുത്. ഇത് സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇന്നലെ വീണ്ടും ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. അപേക്ഷിച്ചില്ലെങ്കിൽ പോലും ശിക്ഷ ഇളവ് കൊടുക്കണം ജയിലിൽ കിടക്കുന്നവർക്ക്. അപേക്ഷിച്ചില്ലെങ്കിൽ പോലും കൊടുക്കണം.
എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്നു, ഞാനിവിടെ കിടന്നോളാം, വേണ്ട 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 പോടാന്ന്. ജയിൽ തുറന്നു വിടാൻ ഉത്തരവിട് സുപ്രീം കോടതി, ഈ ജയിൽ തുറന്നു വിട്, പോട്ടെ ഇറങ്ങട്ടെ എന്ന്. അതനുസരിച്ച് കീഴ്ക്കോടതികളെ ശാസിച്ചു സുപ്രീം കോടതി. നിങ്ങൾ ജാമ്യം കൊടുക്കുന്നില്ല, അതുകൊണ്ട് ജാമ്യാപേക്ഷ മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി വിചാരിച്ചാൽ സാധിക്കും. ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ വാക്ക് അവസാന വാക്കാണ്. യു നീഡ് നോട്ട് കം ടു സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു, ഇല്ലേ? തീർന്നല്ലോ, ഹൈക്കോടതികൾ തീരുമാനിച്ചോളും. പക്ഷേ അത് പറ്റില്ല, അധികാരം ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ജാമ്യം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അധികാരം ഞങ്ങൾക്ക് വേണം. അല്ലാത്തവരെ മുഴുവൻ നിങ്ങൾ തുറന്നു വിട്ടോ. ഇതിനായിട്ട് ജാമ്യം കൊടുക്കാനുള്ള ഡിസ്ക്രിഷണറി പവേഴ്സ് സുപ്രീം കോടതിക്ക് കിട്ടുകയും വേണം. പക്ഷേ അവരുടെ സ്വന്തക്കാർ മാത്രമേ സുപ്രീം കോടതിയിൽ വരാവുള്ളൂ. ഇതാണ് സുപ്രീം കോടതിയുടെ ന്യായം. അരേ ये सब क्या हो रहा है? And they say that they are custodians of constitution. ജയിൽ തുറന്നു വിടാം, സകലർക്കും ജാമ്യം കൊടുക്കാം, അവർക്ക് തോന്നുന്നവരുടെ പെറ്റീഷൻ അവരെടുക്കും. അതല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, എന്തെങ്കിലും നിയമപരിചയമുള്ള ജഡ്ജിമാരാണെങ്കിൽ ഈ റൺവീൽ അലഹബാദിയുടെ കേസൊക്കെ ആണല്ലോ, പോയി പോലീസ് സ്റ്റേഷനിൽ പോയി എടുത്തോട്ട് പോടാ ഇവിടുന്ന് എന്ന് പറയും, ഇല്ലേ? 4 ചീത്ത വെച്ച് അവനൊരു വീഡിയോ ചെയ്തു. ആദ്യം 3-4 സ്ഥലത്ത് കംപ്ലയിൻ്റ് ഉണ്ടായി. ഇതാണ് കോടതി പരിശോധിക്കേണ്ട വിഷയം. എന്നിട്ട് അതിൽ ഇല്ലാത്ത ധാർമ്മിക രോഷം കാണിക്കുക. അതിൽ വാദിച്ചത് അഭിനവ് ചന്ദ്രചൂഡ്, നമ്മുടെ DY ചന്ദ്രചൂഡിൻ്റെ മകൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ അഭിനവ് ചന്ദ്രചൂഡിനെ ഞാൻ കേട്ടിട്ടില്ല. അഭിനവ് ചന്ദ്രചൂഡ് വാദിച്ചു, നുപുർ ശർമ്മയുടെ കേസിൽ ഇത് തന്നെയല്ലേ നടന്നത്? നുപുർ ശർമ്മയെ അന്ന് തല്ലി ഓടിച്ചു ഇതേ ജസ്റ്റിസ് സൂര്യകാന്ത്. അതിൻ്റെ കൂടെ അദ്ദേഹം മറ്റേ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിയും ഉണ്ടായിരുന്നു, ജസ്റ്റിസ് പർദിവാല. ഈ 2 പേരും കൂടെ ആ സ്ത്രീയെപ്പറ്റി പറഞ്ഞ് ഓർക്കണില്ലേ? 2022 നിങ്ങൾ രാജ്യം തീവെച്ചു. ഏത്? ഒരു TV ഡിബേറ്റിൽ പങ്കെടുത്തതിന്. അവർ അശ്ലീലമൊന്നും പറഞ്ഞില്ല. അവർ ഖുറാനിലെ 4 ലൈൻസാണ് കോട്ട് ചെയ്തത്. അത് ഖുറാനിൽ ഉള്ളത് തന്നെയാണ്. യുവർ ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് സൂര്യകാന്ത്, ഇറ്റ് ഈസ് ദെയർ, ദോസ് ലൈൻസ് അട്ടേർഡ് ബൈ നൂപുർ ശർമ്മ ഈസ് സ്റ്റിൽ ദെയർ ഇൻ ഖുറാൻ. What the heck you can do? You cannot do anything. You will not speak against Quran. Not against, you will not even speak about Quran. Can you speak? Can you tell a word against or about Quran in Supreme Court? You cannot utter. अरे face the fact क्या है? किसको समझा रहे हैं आप? അഭിനവ് ചന്ദ്രചൂഡ് ഈ പോയിന്റ് എടുത്തിട്ടു. അൾട്ടിമേറ്റ്ലി അന്ന് നൂപുർ ശർമ്മയുടെ വക്കീൽ ആ പെറ്റീഷൻ പിൻവലിച്ചു. 3 മാസം കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്ത് വേറൊരു ബെഞ്ചിൽ പോയി. അവരാണ് നൂപുർ ശർമ്മയുടെ FIR ക്ലബ് ചെയ്തിട്ട് എത്ര FIR ഉണ്ടായിരുന്നു, രാജ്യം മുഴുവൻ FIR ഉണ്ടായിരുന്നു അവർക്കെതിരെ. ഇപ്പോഴും അവർ ഭീതിയുടെ നിഴലിലാണ്, ഇപ്പോഴും സെക്യൂരിറ്റിയിലാണ് കഴിയുന്നത്. നൂപുർ ശർമ്മയെ പിന്നെ പുറത്ത് കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ദൈവം തമ്പുരാൻ BJPക്കാർ ഭംഗിയായി അവരെ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. ത്രോയിങ് അണ്ടർ ദ ബസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, അതുപോലെ പാഞ്ഞു വരുന്ന ബസ്സിന് കീഴിലേക്ക് നൂപുർ ശർമ്മയെ എറിഞ്ഞ് BJPയുടെ നേതാക്കന്മാർ. ഇപ്പോൾ പ്രധാനമന്ത്രി ഖത്തറിലെ അമീറിനെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുന്നു. അന്ന് ഖത്തറിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞതാണ് നൂപുർ ശർമ്മ ഖുറാൻ വായിച്ചതിന്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഇങ്ങനെ തെമ്മാടിയായിട്ടുള്ളൊരു ചെറുക്കന് 4 ചീത്ത പറഞ്ഞുകൊണ്ട് അവന് സകല പ്രൊട്ടക്ഷനും കൊടുത്തിരിക്കുന്നു. സകല പ്രൊട്ടക്ഷനും. അറസ്റ്റ് ചെയ്യരുത്, വേറെ കേസ് ഫയൽ ചെയ്യരുത്, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ബോംബെയിലെയോ കോൺപൂരിലെയോ മറ്റും മജിസ്ട്രേറ്റിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. പാസ്പോർട്ട് ഉണ്ടായിട്ടില്ലേ ഈ 10-18,000 അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് C-17 വിമാനത്തിൽ വരുന്ന എല്ലാവർക്കും പാസ്പോർട്ടുള്ളവരാണല്ലോ. യു ഡോണ്ട് നീഡ് എ പാസ്പോർട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ഓർ ഗെറ്റ് ഇൻ ഇന്ത്യ. ധർമ്മസത്രം പോലെ കിടക്കുകയാണ് ഭാരതം, ഇല്ലേ? നമ്മുടെ കൺമുമ്പിൽ ബംഗ്ലാദേശികൾ നൃത്തം ചവിട്ടുന്നു. ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? ഒരു നാഷണൽ രജിസ്റ്റർ ഓഫ് പോപ്പുലേഷൻ, സിറ്റിസൺഷിപ്പ്, നത്തിങ് ഈസ് ദെയർ. ഭാരതത്തിൻ്റെ പൗരനാണ് എന്ന് പറയാൻ എൻ്റെ കയ്യിലൊരു കാർഡില്ല. ഞാൻ TG മോഹൻദാസ് നിങ്ങളോട് ഇത്രയും കാലം സംസാരിച്ചിരിക്കുന്ന മനുഷ്യനില്ലേ, എൻ്റെ കയ്യിൽ എനിക്കൊരു ID കാർഡില്ല, നിങ്ങളുടെ കയ്യിലുമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലും ID കാർഡില്ല. നിങ്ങളുടെ ഒരു ID കാർഡും നിങ്ങളുടെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നില്ല. അതിലെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് എടുത്ത് നോക്കിയോ, അതിൽ ക്ലീനായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളതിൻ്റെ പ്രൂഫല്ല ഇത്. പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് സിറ്റിസൺ ആണെന്നുള്ളതിൻ്റെ പ്രൂഫല്ല.
പാൻ കാർഡ് പ്രൂഫല്ല, ഇലക്ഷൻ ID കാർഡ് പ്രൂഫല്ല, റേഷൻ കാർഡ് പ്രൂഫല്ല, പിന്നെ എന്താ പ്രൂഫ്? നിങ്ങൾക്ക് പ്രൂഫില്ല. 140 കോടി ഇന്ത്യക്കാർക്ക് അവർ ഇന്ത്യക്കാരെന്നുള്ളതിന് ഒരു കാർഡും ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ ഇവിടെ സമ്മതിക്കില്ല. സർക്കാരിനും വലിയ ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനു മുമ്പേ നേരെയാക്കേണ്ടതാണ്. ചോദിക്കാനും പറയാനും ആളില്ലാതെയായി. സുപ്രീം കോടതി തോന്നിവാസം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ചൊല്ലിയുള്ള തീരുമാനത്തെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് മിക്കവാറും സുപ്രീം കോടതി അതിലിടപെടും. കാരണം ഞങ്ങളെ ചേർക്കാതെ ഇവിടെ ആരും കളിക്കണ്ട. ഇതാണ് സുപ്രീം കോടതി. നിങ്ങളെ ചേർക്കാം, പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? നിങ്ങൾ അമ്മാവനും അളിയനും കൂടെ ഇരുന്നിട്ട് അളിയനെ അപ്പോയിൻ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ കൊളീജിയം. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കമ്മിറ്റിയിലും എല്ലാ സ്ഥലത്തും നിങ്ങളുടെ ആൾ വേണം. ആരാണപ്പോൾ നിങ്ങൾ? ഫൈനലി ഒരിക്കൽ VR കൃഷ്ണയ്യർ പറഞ്ഞിരുന്നു, ഈ സുപ്രീം കോടതി എന്ന ചുവന്ന കെട്ടിടം രാജ്യത്തെ ജനങ്ങൾ ഇടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം വരും എന്ന്. കൃഷ്ണയ്യർ പറഞ്ഞത് കമ്മ്യൂണിസത്തിൻ്റെ സൂക്കേട് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാർ കോടതി പൊളിക്കുമല്ലോ. ആ അർത്ഥത്തിലാണ് കൃഷ്ണയ്യർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അർത്ഥം മാറിയെങ്കിലും ഈ പൊളിക്കൽ ചിലപ്പോൾ നടന്നു എന്ന് വരും. ആ രീതിയിൽ ജനങ്ങൾ ഒരു ദിവസം സുപ്രീം കോടതി ഇടിച്ചു പൊളിക്കുന്ന ദിവസം വരും. ഇത്രയും അധികം ഒരു ആർബിട്രറി ആയിട്ടുള്ള ഓർഡേഴ്സ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. എത്രയോ ജഡ്ജിമാർ, കൊളീജിയം ഉണ്ടായതിനു ശേഷം എത്രയോ ജഡ്ജിമാരുണ്ടായി. അവരാരും ഇങ്ങനൊരു അരാജകത്വം സുപ്രീം കോടതിയിൽ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ കുറേ ജഡ്ജിമാർ, കോളിൻ ഗൊൺസാൽവസ്, ബൃന്ദ ഗ്രോവർ, ദുഷ്യന്ത് ദവേ, കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, ഇവരൊക്കെ എണീറ്റ് നിന്നിട്ട് ദേ ഗെറ്റ് അവേ വിത്ത് വാട്ട് എവർ ദേ വാണ്ട്. അതിന് മീഡിയയിൽ കിട്ടുന്ന പബ്ലിസിറ്റി അതിഭീകരമാണ്. ഓരോ കമൻറ്റും അങ്ങ് മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് വലുതാക്കുക. ഈ രൺവീർ അലഹബാദിയുടെ കേസ് എടുത്തതിലൂടെ തന്നെ അവന് വീണ്ടും വ്യൂവർഷിപ്പ് കൂടാൻ പോവുകയാണ്. ആൻഡ് യു കുഡ് നോട്ട് ഡു എ ഡാം അബൌട്ട് യൂട്യൂബ് വീഡിയോ. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂട്യൂബിന് നിർദ്ദേശം കൊടുത്തു. 48 മണിക്കൂർ എടുത്തു അവർ രൺവീർ അലഹബാദിൻ്റെ ആ വീഡിയോ, അശ്ലീല വീഡിയോ എടുത്ത് കളയാൻ. 48 hours ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് ബെഗിങ്, പ്ലീസ് ടേക്ക് ഡൗൺ ദ വീഡിയോ, പ്ലീസ് ടേക്ക് ഡൗൺ ദ വീഡിയോ. സായിപ്പ് അനങ്ങുന്നില്ല. പോടേ, സായിപ്പ് അനങ്ങിയില്ല. 48 മണിക്കൂർ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുത്തു കളഞ്ഞു. ദ ഗ്രേറ്റ് നേഷൻ ഭാരത് ഈസ് ബെഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫോറിൻ ബിസിനസ് മാൻ. യൂട്യൂബ്, ഗൂഗിൾ, മെറ്റ ഇവനെയൊക്കെ തൊഴുത് ജീവിക്കുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു വിധി വൈപരീത്യമാണ് എൻ്റെ രാജ്യത്തിന്. എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്ക് യു.